ഇന്ന് മലയാള ചലച്ചിത്ര സംഗീതം എത്തി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങേയറ്റം സങ്കടകരവും ആശങ്കാജനകവുമായിട്ടുള്ളൊരവസ്ഥയിലാണ് മലയാള സംഗീതം, ചലച്ചിത്ര സംഗീതം എത്തി നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാലഘട്ടത്തിനനുസരിച്ച് അഭിരുചികൾ മാറും. സംഗീത സംവിധാനത്തിൻ്റെ ശൈലി മാറും, ഭാഷ മാറും. അത് ഈ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ചക്രവർത്തിനി എന്നൊന്നും നമുക്ക് ഒരു നായികയെ ഇപ്പോൾ സംബോധന ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ കാലം മാറി. പക്ഷേ വയലാർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഗാനങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു മാറ്റം, ഈ ഡിക്ഷനിലൊക്കെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ഇപ്പോൾ ഉണ്ടായെങ്കിൽ പോലും അന്നും ഇന്നും പുതുമ മാറാതെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗാന സാമ്രാജ്യം നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ, ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ എന്ന് ചോദിക്കും. ഞാനൊരു നവരത്നം തേടി വന്ന എനിക്ക് നീ കാണിച്ചു തന്നാണ് ഒരു കോടി ദ്വീപുകളുടെ, നവരത്നങ്ങൾ വിളയുന്ന ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ എന്നൊരു പാട്ടിൽ ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ 5-6 പാട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ എന്ന് ചോദിക്കത്തക്ക വിസ്മയാവഹമായിട്ടുള്ള ഒരു കൽപ്പനാ സമൃദ്ധി. ഞാനിപ്പോൾ വയലാറിൻ്റെ ഈ 50 വിയോഗത്തിന് 50 വർഷത്തോടനുബന്ധിച്ച് 1-2 പ്രഭാഷണങ്ങൾ, 50 പ്രഭാഷണം നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കുറച്ച് പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ പറയും തോറും പറഞ്ഞിട്ട് എങ്ങും എത്തുന്നില്ലല്ലോ എന്നൊരു വിചാരമാണിപ്പോൾ. കാരണം ഓരോ ഗാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഗാനരചനയുടെ ഇന്ദ്രജാലം, ഗാനരചനയുടെ ആ ടെക്നിക്ക്, അത് വയലാറൊരു ടെക്സ്റ്റ് ബുക്കാണ്. വയലാറൊരു എല്ലാ കാലത്തെയും പാഠപുസ്തകമാണ് ഗാനരചനയുടെ. ഞാൻ കവിതയിലേക്ക് കടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുകയും 80 കവിതകളടങ്ങുന്ന പുസ്തകം എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം കവി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒട്ടും താഴെയല്ല എന്ന് സ്ഥാപിക്കാൻ കൂടിയിട്ടാണ് ഞാനത് ചെയ്തത്. കാരണം ഗാനങ്ങളുടെ ഒരു പ്രശസ്തിയിൽ ഗാനരചയിതാവ് എന്നുള്ള വയലാർ രാമവർമ്മയ്ക്ക് അംഗീകാരം കിട്ടും തോറും വയലാർ രാമവർമ്മ എന്ന കവിയെ നമ്മൾ വിസ്മരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയതല്ല, ഒരു 70 കവിതകൾ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളത്. കാരണം വയലാറിൻ്റെ കവിതകൾക്കും ഒരു ചിരസ്ഥായി ആയിട്ടുള്ള സ്ഥാനമുണ്ട്. ചിലതൊക്കെ സാന്ദർഭികമായിട്ട് സന്ദർഭത്തിൻ്റെ സാഹചര്യത്തിന് വേണ്ടിയിട്ടൊക്കെ, സാഹചര്യങ്ങൾക്ക് വേണ്ടി എഴുതിയതായിരിക്കാം. അന്നത്തെ ഒരവസ്ഥയിൽ, അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിൽ എഴുതിയ, പിന്നീട് വലിയൊരു പ്രസക്തിയില്ലാത്ത കവിതകളുണ്ടായേക്കാം. പക്ഷേ എന്നും പ്രസക്തി നിലനിർത്തുന്ന ഒരു 100ഓളം കവിതകൾ വയലാറിന് തീർച്ചയായിട്ടും അവകാശപ്പെടാനുണ്ട്. അതാണ് ആ പുസ്തകം. അതുപോകട്ടെ, ഞാനിപ്പോൾ ഈ സംഭാഷണത്തിൽ ഞാൻ കവിതകളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഗാനരചനയുടെ കാര്യത്തിൽ നമുക്ക് മലയാളത്തിൽ എത്രയോ മികച്ച ഗാനരചയിതാക്കളുണ്ട്. പി ഭാസ്കരനുണ്ട്, ONV സാറുണ്ട്, ശ്രീകുമാരൻ തമ്പിയുണ്ട്, യൂസഫ് അലിയുണ്ട്. എത്രയോ നല്ല നല്ല ഗാനരചയിതാക്കൾ നമുക്കുണ്ട്. അവരുടെയൊക്കെ ഗാനങ്ങൾ മികച്ചതായിരിക്കെ തന്നെ വയലാർ ഗാനങ്ങളുടെ ആ എഡ്ജ് എന്താണ്, വാട്ട് ഈസ് ഇറ്റ്, അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ പാട്ടുകളൊക്കെ ഗംഭീരമായ ഗാനങ്ങൾ നമുക്കുണ്ട്. എല്ലാ നല്ല ഗാനരചയിതാക്കളുടെയും പാട്ടുകളോടുള്ള ഏറ്റവും വലിയ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് മറ്റ് ഗാനരചയിതാക്കളുടെ ഗാനങ്ങളിൽ കാണാത്തതായ എന്തോ ഈ ചില രത്നങ്ങളിലൊക്കെ അകത്തിങ്ങനെ ചില സ്വർണ്ണരേഖ കാണുമെന്ന് പറയില്ലേ, ചില പ്രഷ്യസ് സ്റ്റോൺസ് എടുക്കുമ്പോൾ അകത്തിങ്ങനെ ഒരു സ്വർണ്ണരേഖ കാണുന്നവർ എന്ന് പറയുന്നത് പോലെ ഈ ഗാനങ്ങൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു സുവർണരേഖയുണ്ട്. വയലാർ രാമവർമ്മയ്ക്ക് മാത്രം ഇഴപാകാൻ സാധിക്കുന്ന ഒരു സുവർണരേഖയുണ്ട്. അതിൻ്റെ ഉത്ഭവം എന്ത്, അതിൻ്റെ സോഴ്സ് എന്തെന്ന് മാത്രമാണ് ഞാൻ ഈ സംഭാഷണത്തിൽ ചിന്തിക്കാനേ വിചാരിക്കുന്നത്. ഒന്ന്, ഈ കൽപ്പനകളുടെ ഒരു അചുംബിതത്വം എന്നുള്ള ഇപ്പോൾ ഒരു പഴയ വാക്കാണ്. അചുംബിതത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറ്റാരും സ്പർശിച്ചിട്ടില്ലാത്ത ഒരവസ്ഥ. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, നറുമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു നറുമ വയലാർ രാമവർമ്മയ്ക്ക് അവകാശപ്പെട്ട ഞാനത് ഉദാഹരണങ്ങളിലൂടെ പറയാം. കൽപ്പനകളുടെ ഒരു നറുമയും ധൈര്യവും, മറ്റൊരാൾ പ്രയോഗിക്കാത്ത വാക്കുകൾ, ഘടനകൾ ഒക്കെ തന്നെ അനായാസമായി എടുത്ത് പ്രയോഗിക്കാൻ വയലാറിന് മടിയില്ല. ചിലപ്പോൾ ഗദ്യം പോലെയൊക്കെ തോന്നും, പക്ഷേ ഗദ്യമല്ല, അതിനകത്ത് കവിത അഗാധമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ പറയുന്നതാണ്. ഇപ്പോൾ മാനത്ത് കണ്ണികൾ എന്ന ഒരു വാക്ക് ഒരാളും സ്വാതന്ത്ര്യം കൊണ്ടെങ്കിൽ അത് പാട്ടിൽ ഉപയോഗിക്കില്ല. കാരണം ഒരു ഗാനാത്മകമായിട്ടുള്ളൊരു വാക്കല്ല മാനത്ത് കണ്ണികൾ. എന്നാൽ വയലാർ അത് അതിമനോഹരമായിട്ട് ഒരു പാട്ടിൽ പ്രയോഗിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാനീ പറഞ്ഞ ഈ പദവിന്യാസത്തിലെ അപാരമായ ധീരതയ്ക്കൊരു ഉദാഹരണമായിട്ട് ഞാനത് പറയുന്നത് മാത്രം.
മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ. അതിൻ്റെ പ്രാസഭംഗി നോക്കണം. ആദ്യപ്രാസവും അന്ത്യപ്രാസവും എല്ലാം ഉണ്ട്. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. ഇത് ഇങ്ങനെ 4 വരി എഴുതാൻ ഈ വയലാറിനല്ലാതെ ആർക്ക് സാധിക്കില്ല. മാനത്ത് കണ്ണികളതൊക്കെ നമ്മളോടിപ്പോൾ ഒരു മാനത്ത് കണ്ണി വെച്ചൊരു പാട്ട് എഴുതാൻ പറയും, നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കളയും. വയലാറിനത് ആരും പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടാണെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ ആത്മാവിലേക്ക് കയറുന്ന ചില പാട്ടുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. അനാർക്കലി എന്നുള്ള സിനിമയിൽ 7 നിറമുള്ള തേര്, 7 ചിറകുള്ള തേര്, മാനത്തുണ്ടൊരു തേര്, തേരിന് മഴവില്ലെന്നാണ് പേര്. ഈ 4 വരികളുടെ ഒരു ചമൽക്കാരമുണ്ടല്ലോ, അതിൻ്റെ ഒരു വൃത്തി, അതിൻ്റെ ഒരു ശുദ്ധി, അതിൻ്റെ ഒരു സമൃദ്ധി, അതിൻ്റെ ഒരു പൂർണ്ണത ഞാൻ വേറെ ഒരു ഗാനരചയിതാവിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. 7 നിറം എന്ത് ലളിതമായിട്ടാണ് ആ പ്രാസം വരുന്നത്. ഒരു പൂ വിരിയുന്ന ഒരു സുഭഗതയോട് കൂടി ഇങ്ങനെ പ്രാസം വരികയാണ്. അനാർക്കലിയെ കൊണ്ടുവന്നാണ്, തേരിലേറ്റി കൊണ്ടുവന്നതിൻ്റെ കഥ പറയുകയാണ്. 7 നിറമുള്ള തേര്, 7 ചിറകുള്ള തേര്, മാനത്തുണ്ടൊരു തേര്, തേരിന് മഴവില്ലെന്നാണ് പേര്. ഞാൻ ഈ പാട്ട് ആദ്യം കേട്ട സമയത്ത് ഞാൻ ദണ്ഡനമസ്കാരം ചെയ്തു പോയി എന്ന് പറയുന്നതാണ് ശരി. നമ്മളൊക്കെ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എഴുതിയിട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. ഇതെന്തൊരു അനായാസമായിട്ടാണ്. പിന്നെ ഏറ്റവും വളരെ നീണ്ടുപോയി എന്ന് വിചാരിക്കുന്ന വാക്കുകൾ തന്നെ അതിമനോഹരമായി പാട്ടിലെ സന്ദർഭത്തിനനുസരിച്ചിട്ട് വിന്യസിക്കാനുള്ള വയലാറിൻ്റെ ഒരു കഴിവ്. അശ്വമേധം എന്നുള്ള ചിത്രത്തിലെ ഒരു പാട്ട് നമുക്കെടുക്കാം. 2 പാട്ടുകളുണ്ട്, അത് 2 കോൺട്രാസ്റ്റാണ്. അശ്വമേധത്തിലെ നായികയ്ക്ക് ആദ്യം വളരെ സുന്ദരിയായി പ്രതീക്ഷിച്ചിരിക്കുന്ന കല്യാണത്തിന് 7 സുന്ദര രാത്രികൾ കാത്തിരിക്കുന്നവളും പിന്നീട് കുഷ്ഠരോഗിയായി മാറിയവളും. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അശനിപാതം പോലെ ഈ കുഷ്ഠരോഗമാണെന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, 7 സുന്ദര രാത്രികൾ. അത് വെറും രാത്രികളല്ല, സുന്ദരമല്ല, ഏകാന്ത സുന്ദരമാണ്. ഏകാന്ത സുന്ദരമായിരിക്കണം, സാധാരണ ഏകാന്തത സുന്ദരമല്ല. അപ്പോൾ വിവാഹപൂർവ്വ നാളുകളായതുകൊണ്ടാണ് ഏകാന്ത സുന്ദര രാത്രികളായത്, വിവാഹപൂർവ്വ രാത്രികൾ. അത് കഴിഞ്ഞിട്ടും അത് പോട്ടെ, ആ പാട്ട് അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ കോൺട്രാസ്റ്റാണ് ഈ സാനിറ്റോറിയത്തിൽ, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് ഈ കഥാനായിക അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ട് എഴുതേണ്ടി വന്നപ്പോൾ 7 സുന്ദര രാത്രികൾ എന്നുള്ള വളരെ ഒരു ബ്രീഫായിട്ട് വളരെ ചെറിയ ഒരു മീറ്ററിൽ പാട്ടെഴുതിയ വയലാർ ഈ കുഷ്ഠരോഗ ആശുപത്രിയിൽ ഉള്ളവരോട് പാടുമ്പോൾ ഉള്ള ആ ഒരു എന്താണ് ഭീകരമായിട്ടൊരവസ്ഥ, അങ്ങേയറ്റം ഹെൽപ്ലെസ്നെസ്സിൻ്റേതായിട്ടുള്ളൊരവസ്ഥയിൽ, നിസ്സഹായതയുടെ അവസ്ഥയിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന മീറ്ററാണ് നമുക്ക് ഏറ്റവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഗാനരചയിതാവ് എന്നുള്ളതിലേക്ക്. 7 സുന്ദര രാത്രികൾ ഇപ്പുറത്ത് പാടിയ ആളാണ്. ഇവിടെ കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി. ഇവിടെയാണ് വയലാറിൻ്റെ ഒരു ടച്ച്. ഇത് ഈ ആശുപത്രിയല്ല കാരാഗ്രഹം, പിന്നെയോ ഈ ഭൂമി തന്നെ കാരാഗ്രഹമാണ്. കാരണം ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങിയ കല്ലെറിയും. അതുകൊണ്ട് കറുത്ത ചക്രവാള മതിലുകൾ ചൂഴുന്ന കാരാഗ്രഹമാണ് ഭൂമി. ആ മീറ്റർ തന്നെ കണ്ടില്ലേ, വളരെ നീണ്ട മീറ്ററാണ്. കാരണം ജീവിതത്തിൻ്റെ വൈരസ്യം മുഴുവൻ ആ മീറ്ററിൽ, ആ ദീർഘമായിട്ടുള്ള മീറ്ററിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ശില്പ ചാരുത ഒരു പക്ഷേ വയലാറിനോളം വശപ്പെട്ട മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. വയലാറിൻ്റെ കൽപ്പനകളിലെ ഈ ധീരതയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാനൊരു ഗാനരചയിതാവായതുകൊണ്ട് പറയുകയാണ്, നമ്മളൊക്കെ ഒരു പാട്ടിന് പല്ലവി കിട്ടിക്കഴിഞ്ഞാൽ, പല്ലവി കിട്ടി ഇനി എങ്ങനെയെങ്കിലും 2 ചരണം കൂടെ എഴുതി തീർത്താൽ പോകാമല്ലോ, വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ നമുക്കൊക്കെ വരും. എന്നാൽ വയലാറിന് അങ്ങനെയല്ല. അതിങ്ങനെ ഈ കടലിൽ തിരമാലകൾ പോലെ പദാവലിയും വാങ്മയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്ത് വരും. അത് വിളിച്ചു. നഗ്നപാതയായിട്ട് അകത്ത് വരാണ്ട് ശില്പഗോപുരമെല്ലാം തുറന്നു വച്ചിരിക്കുകയാണല്ലോ. ഇനി സാധാരണഗതിയിൽ 4-8 വരി എഴുതിയാൽ മതി. എന്നാൽ വയലാർ അതുകൊണ്ടൊന്നും തൃപ്തനാവത്തില്ല, അനേകം വരികൾ എഴുതിയിരിക്കുകയാണ്. അതാണതിലെ രസം. എന്താണ് ആ പാട്ട്? ഈ ചക്രവർത്തി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പാട്ടാണ്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. അവിടത്തേക്ക് നിന്നെ അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ നിന്നെ ക്ഷണിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ആ ഗാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ പോകുന്ന വഴിനീളെയുള്ള വർണ്ണനകളാണ് ആ പാട്ടിന് ഇത്രമാത്രം ഒരു എൻചാൻമെൻറ്റ്, അതിൻ്റെ ഒരു കമനീയത, രമണീയത എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് വഴിയിൽ ഈ നായികയെ പ്രലോഭിപ്പിക്കാനുള്ള എല്ലാമുണ്ട്. നീ വരുമ്പോൾ രുദ്രവീണകൾ പാടും, താനേ പാടും, രത്നകമ്പളം തീർക്കും. ശില്പകന്യകൾ കൺകളിൽ ദാഹമോടെ നടമാടും,
എല്ലാം തന്നെ ശാരദേന്ദു കല ചുറ്റിലും കനക പാരിജാത മലർ തൂകും, എവ്രിതിങ് ഈസ് ഡൺ ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ഒരുക്കിയിരിക്കുന്നു, പ്രകൃതിയും ഞാനും കൂടി നിനക്ക് വേണ്ടി എല്ലാം സജ്ജമാക്കിയിരിക്കുന്നു. എന്നിട്ട് വേണം നിന്നെ മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. അത്രയേ ഉള്ളൂ. കാമുകൻ അത്രയേ ഒരു ലക്ഷ്യമുള്ളൂ. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കലാണ് ആ പാട്ടിൻ്റെ ആത്മാവ് മുഴുവൻ അതാണ്. ഇങ്ങനെ വളരെ വളരെ എന്താണ് കുസൃതിയുമുണ്ട് കേട്ടോ. ഈ പാട്ടുകളിലൊക്കെ ഒരു വലിയ കുസൃതിയുമുണ്ട്. അതാണ്. അപ്പോൾ അതൊക്കെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. കുസൃതിയിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഈ വയലാറിൻ്റെ ഒരു നായക സങ്കല്പത്തിലൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു പക്ഷേ ചിലപ്പോൾ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ അത് കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ അന്ന് ആ പറയുമ്പോൾ ഉള്ളൊരു ധീരത, അതിനകത്തുള്ളൊരു ധാർഷ്ട്യം, ഇതൊക്കെ വയലാറിൻ്റെ ചില കുസൃതികളാണ്. അങ്ങനെ അതുപോലെ തന്നെ ഈ ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ, തിരുവല്ലോമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ എന്ന് പറയുന്നതിൻ്റെ ചില ധാർഷ്ട്യങ്ങൾ. അതേസമയത്ത് എല്ലാ കാമുകന്മാരും അങ്ങനെയല്ല. വളരെ അതിലോലമായി കാമുകിയെ സമീപിക്കുന്ന കാമുകന്മാരുമുണ്ട്. ഒരു പാട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട പാട്ടാണ്, മധുമതേ മധുമതേ. ആളുകൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അതിനകത്ത് മനസ്സിലെ മുത്തുകളെല്ലാം എനിക്ക് വാരി തന്നു നീ എന്നൊക്കെ പറയുമ്പോൾ വയലാറിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്ത്രീകളെ പറ്റിയുള്ള പുരുഷനെ പറ്റിയുള്ള സങ്കല്പം ഞാൻ പറഞ്ഞു. സ്ത്രീകളെ പറ്റിയുള്ള സങ്കല്പത്തിൽ, വയലാറിൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ എല്ലാം കൊടുക്കുന്ന ഉദാരതയാണ് വയലാറിൻ്റെ സ്ത്രീത്വം. ഒരുപക്ഷെ വയലാറിൻ്റെ അമ്മയെ പറ്റിയൊക്കെയുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീത്വത്തെ സംബന്ധിച്ചുള്ള ഉദാരതയാണ്, ഉദാരതയാണ്. ഇവിടെ പറഞ്ഞ പോലെ മനസ്സിലെ മുത്തുകളെല്ലാം എനിക്ക് വാരി തന്നു, കനവിലെ ഇതെല്ലാം എനിക്കിങ്ങനെ വാരി തരികയാണ് നീ. അത്ര ഉദാരതയാണ് സ്ത്രീ വയലാറിനെ സംബന്ധിച്ചിടത്തോളം. അത് പല പാട്ടുകളിലും ഇങ്ങനെ വരുന്നുണ്ട്. മണവാട്ടി എന്നുള്ളൊരു സിനിമയിലുണ്ടല്ലോ, താഴെ ഒരു ഓമന മൺകുടിലിൽ ഒരു തകര വിളക്കിനരികിൽ താലത്തിൽ മെഴുതീർ പൂക്കളുമായൊരു താമര പെണ്ണവനെ കാത്തിരുന്നു. ഇങ്ങനെ വളരെ ലോലമായി, യാതൊരു നിരാശയുമില്ലാതെ, യാതൊരു പരിഭവവുമില്ലാതെ കാത്തിരിക്കുന്ന കാമുകി. ഇതൊക്കെ വയലാറിൻ്റെ ചില സങ്കല്പങ്ങളാണ്. കഥയിൽ അതിന് ബന്ധമുണ്ടോ ഇല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂമികകളിലൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഇന്ദ്രജാലം കാണിക്കാൻ സാധിക്കുന്ന വയലാർ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. വയലാർ ഒരു പരിണതപ്രജ്ഞനായ കവി ആയതിനു ശേഷമാണ് അദ്ദേഹം ഗാനരചനയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ചില ആശയങ്ങളുടെ ചില ആർജവം അത് വയലാറിന് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്നൊരു പ്രവചനാത്മകമായിട്ടുള്ള പാട്ടാണ്. വയലാർ എഴുതുന്ന കാലത്ത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇത്രത്തോളം മലീമസമായിരുന്നില്ല. എന്നാൽ അന്ന് തന്നെ വയലാർ പറഞ്ഞു, എന്താണ് മനുഷ്യ മനസ്സുകളൊക്കെ ആയുധപ്പുരകളാക്കി എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആയുധപ്പുരകളായത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ പ്രൊഫറ്റിക്കായിട്ട് പറഞ്ഞു വയ്ക്കാൻ വയലാറിന് സാധിച്ചു. അതുപോലെ തന്നെ എന്താണ് ഈ യുഗം കലിയുഗം, ഇതൊക്കെ ഒരു കവിയായതുകൊണ്ടാണ് വയലാറിന് സാധിക്കുന്നത്. ഈ യുഗം കലിയുഗം, ഇവിടെയെല്ലാം പൊയ്മുഖം എന്തൊരു സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഇതൊക്കെ പറയാനൊരു പരിണതപ്രജ്ഞനായ കവിക്ക് മാത്രമേ സാധിക്കൂ, പാട്ടെഴുത്തുകാർക്ക് സാധിക്കുകയില്ല. അതാണ് ഇവിടെ കവിയാണ്, ഇവിടെ ഒരു കവിയാണ്, പരിണതപ്രജ്ഞനായ ഒരു കവിയാണ് ഇവിടെ ഗാനരചയിതാവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു ധൈര്യം, ഒരു ആർജവം എല്ലാ പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫിലോസോഫിക്കലായിട്ടുള്ള പാട്ടുകൾ പറഞ്ഞു പോയാൽ ഒരു ദിവസം മുഴുവൻ പറയാൻ സാധിക്കും. ഫിലോസോഫിക്കലായ പാട്ടുകൾ പറയുമ്പോൾ വയലാറിലെ കവി കുറച്ച് ആത്മാവിഷ്കാരം ഇവിടെ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ആ സിനിമയിൽ പാട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പാടുന്ന കഥാപാത്രവും ഈ ആശയവുമായിട്ട് ബന്ധമില്ലാത്തൊരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് കഥാപാത്രത്തെയും പടത്തെയും ഒക്കെ നമ്മൾ മറന്നുപോയി. പക്ഷേ ഈ പാട്ട് അനശ്വരമായി നിൽക്കുകയാണ്. എന്താണ് കാരണം? ആ അനശ്വരതയ്ക്കുള്ള കാരണം എന്ന് ചോദിച്ചാൽ അത് വയലാറിൻ്റെ ഒരു കോസ്മിക് വിഷനും ഈ കാലത്തെ പറ്റിയുള്ള സങ്കല്പം, അനശ്വരതയെ പറ്റിയുള്ള സങ്കല്പം, ഒരുപക്ഷെ ദൈവസങ്കല്പം എന്നൊക്കെ പറയണോ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വയലാർ സാമ്പ്രദായികമായ അർത്ഥത്തിൽ ഈശ്വരവിശ്വാസി അല്ലായിരുന്നു എങ്കിൽ പോലും ഒരു കോസ്മിക് പവറിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നും. ഈ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലേ. പിന്നീട് പറയുന്നുണ്ട്, പിന്നെ ഈ സൗന്ദര്യം എനിക്ക് മാത്രം, ഈ സ്വർഗദീപാവലി നീ വന്ന് കൊളുത്തിയ സൗന്ദര്യം എന്തൊരു സൗന്ദര്യം, കാലമേ
എത്ര യുഗങ്ങൾ കഴിഞ്ഞാൽ ഈ സൗന്ദര്യം എനിക്ക് മാത്രം. മനുഷ്യനും ഭൂമിക്കും അവകാശപ്പെട്ട സൗന്ദര്യത്തെപ്പറ്റി എന്നും ബോധമുണ്ടായിരുന്ന ഒരു കവി. അതുകൊണ്ടാണ് വേറൊരു കവിതയിൽ പറയുന്നുണ്ട്, പറഞ്ഞയക്കും മനുഷ്യനെ ചന്ദ്രൻ പറയുകയാണ്, ഇവിടെ ഭൂമി ഇത്ര നന്നാക്കിയത് മനുഷ്യരാണല്ലോ, ഈ ചന്ദ്രനിലേക്ക് കൂടെ മനുഷ്യരയക്കൂ എന്ന് പറയുന്ന, ചന്ദ്രനെ കൊണ്ട് പറയിക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്കത്താഴിക കുടമല്ല, അതൊക്കെ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആണ്. അന്നത്തെ ശാസ്ത്രം വയലാറിന് ഏറ്റവും പുതിയ ശാസ്ത്രം വരെ അറിയാം. അതുപോലെ തന്നെ പഴയതിനെ എടുത്ത് പുതിയതാക്കുന്ന ഒരു രീതി. വയലാർ ഒരു നാസ്തികനാണോ ആസ്തികനാണോ എന്ന് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പുരോഗമനാശയങ്ങളുടെ കാമുകനായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യ പുരോഗതിയിൽ എന്നും വിശ്വസിച്ചിരുന്ന ഒരാൾ. എന്നാൽ ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിരുന്നതുമില്ല. ഭാരതീയതയിലെ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസമെന്നും അതിലെ സ്ഥായിയായ മൂല്യങ്ങളെ ഉൾക്കൊള്ളണമെന്നും കൂടി തിരിച്ചറിഞ്ഞ കവിയാണ് വയലാർ. പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരവീണ ഉതിർക്കൂ, ഗായത്രികൾ പാടും. എന്നിട്ട് ഗായത്രി മന്ത്രം കേൾപ്പിക്കുന്നു. എന്താണ് ഗായത്രി മന്ത്രമെന്ന്? അതൊരു അന്ധമായിട്ടുള്ള ഒരു മന്ത്രോച്ചാരണമല്ല എന്നും അത് മനുഷ്യൻ്റെ നന്മയെയും മനുഷ്യൻ്റെ ഉത്കർഷത്തെയും ഉണർത്താനുള്ള ഒരു ഉണർത്തുപാട്ടാണ് എന്നുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗായത്രി മന്ത്രത്തിൻ്റെ ആത്മാവാണ് വാസ്തവത്തിൽ പത്മതീർത്ഥമേ ഉണരൂ. വെറും പത്മതീർത്ഥത്തെ ഉണർത്താനാണെങ്കിൽ ആ പാട്ടിന് അർത്ഥമില്ല. ചെറിയൊരു കൺജങ്ഷൻ കൊണ്ടാണ് മാനസ പത്മതീർത്ഥമേ ഉണരൂ. അപ്പോഴത്തേക്ക് പാട്ടിൻ്റെ ഡയമെൻഷൻ മാറി. അത് വെറും പത്മതീർത്ഥത്തെ കുളത്തിനെ ഉണർത്താനല്ല, മാനസ പത്മതീർത്ഥമേ ഉണരൂ, രഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകൂ. അങ്ങനെയാണ് ഗന്ധർവ സ്വരവീണ ഉണർത്തേണ്ടതും ഗായത്രികൾ പാടേണ്ടതും. പിന്നീട് അതിനകത്ത് പലതും പറയുന്നുണ്ട്. ഇവിടെ ഈ പുരുഷാർത്ഥങ്ങളിലൂടെ നമ്മൾ നടത്തിയ യാഗങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഈ ഭാരതീയമായിട്ടുള്ള സത്യാന്വേഷണത്തിന് വയലാറൊന്നും വില കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെയൊക്കെ നിശിതമായി വിമർശിക്കുന്നതിനും വയലാറിന് യാതൊരു മടിയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴെല്ലാം അദ്ദേഹം ദൈവങ്ങൾ എന്ന് പ്രയോഗിക്കുന്നുവോ അപ്പോൾ അത് അന്ധവിശ്വാസ ജടിലമായ ദൈവസങ്കല്പത്തെയാണ് വയലാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം എന്ന് മാത്രം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് സനാതനമായിട്ടുള്ള ഏതൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ഇത് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാലമാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ നിയന്താവ്. കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണതിൽ കാണും ചൈതന്യം സനാതനം. ഈ രണ്ട് വരിയിൽ വാസ്തവത്തിൽ വയലാറിൻ്റെ തത്വചിന്തയെല്ലാം ഉണ്ട്. കാലത്തിൻ്റെ മുമ്പിൽ നമിക്കുകയും എന്നാൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്നേഹം എന്നിട്ടുള്ള സനാതന സത്യത്തെ ഉപാസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് ആരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിൻ ഭാസുര സങ്കല്പങ്ങൾ എന്നൊക്കെ വയലാറിൻ്റെ കവിതകളിൽ കിടക്കുന്ന ആശയങ്ങളും പിന്നീട് അത് പാട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ബന്ധവും വാസ്തവത്തിൽ വലിയ ഗവേഷണ വിഷയമാണ്. ഇനി പറയാനാണെങ്കിൽ വയലാറിൻ്റെ കൽപ്പനകളെപ്പറ്റി ഞാൻ പറഞ്ഞു. ഈ കൽപ്പനകളെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് തീരുകയില്ല. നമ്മുടെ തന്നെ ഒരുപാട് നദികളെയും അതുപോലെ തന്നെ പ്രകൃതിയെയും ഒക്കെ അനശ്വരമാക്കിയിട്ട് കൂടിയാണ് വയലാർ പോയിരിക്കുന്നത്. അപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുമ്പോഴൊക്കെ ഞാൻ കഴിയുമെങ്കിൽ അവിടെ പോയി താമസിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷത്തിനാണ്. ആരും കാണാതെ ആരും കേൾക്കാതെ അവിടെ ഇരുന്ന് എനിക്ക് 1000 പാദസരങ്ങളിലൊക്കെ ഈ ആലുവ പുഴ പിന്നെയും ഒഴുകിയത് എനിക്ക് പാടണം. ഈ ആലുവ പുഴയെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നടത്താൻ വയലാർ ഒരൊറ്റ ഗാനത്തിലൂടെ സാധിച്ചു. 1000 പാദസരങ്ങളിലേക്ക് ആലുവ പുഴ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആലുവ പുഴ പിന്നെയും ഒഴുകുന്നത് ആരാണ് കണ്ടു നിൽക്കാത്തത്? അതുപോലെ പർവ്വതനിരയുടെ പനിനീരായിട്ടുള്ള പെരിയാർ, ഇതൊക്കെ എന്തൊരു അപൂർവ സങ്കല്പങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് പാടിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. അല്ല, അതാണ് വയലാറിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭാവനയുള്ള ആശയങ്ങൾ നമുക്ക് തോന്നും വളരെ പോപ്പുലർ ആയതുകൊണ്ട് ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെന്ന് തോന്നും. മാനസമൈനേ വരൂ, അതിനു മുമ്പ് ആരും പ്രിയപ്പെട്ടവളെ മാനസമൈനെ എന്ന് വിളിച്ചിട്ടില്ല. അത് വയലാറാണ് ആദ്യം വിളിച്ചത്. പക്ഷേ അതിന്നിപ്പോൾ നമ്മുടെ ഒരു ചൊല്ലായി മാറിയതുപോലെയാണ് മാനസമൈനേ വരൂ. അതുപോലെ ഇങ്ങനെ മലയാളത്തിൽ ചേക്കേറിയ ഒരുപാട് പദങ്ങളുണ്ട്. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ, ഇതൊക്കെ പുതിയ പഴഞ്ചൊല്ലുകളല്ല, പുതുചൊല്ലുകളാണ്. വയലാർ നമുക്ക് തന്നിട്ട് പോയ പുതുചൊല്ലുകളാണ്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോ മനി അടങ്ങുകില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഈ കവിക്കല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല. വയലാർ എന്ന് പറയുന്ന ഗാനരചയിതാവ് മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് സംവിധായകരും നിർമ്മാതാക്കളും ഒരു ഗാനരചയിതാവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥ സംജാതമായതിൻ്റെ കാരണം കഥയുടെ മർമ്മം ഏതാനും വരികളിൽ ആ പാട്ടുകളിലേക്ക് ആവാഹിക്കാൻ വയലാറിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
അഗ്നിപുത്രി എന്ന സിനിമ. അതിലെ നായിക റെസ്ക്യൂ ഷെൽട്ടറിൽ താമസിക്കുകയാണ്. പാടുകയാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങൾ ഈ ദേവദാസിയെ മറക്കൂ. അതിനകത്ത് 2 ഇമേജുകൾ പറയുന്നുണ്ട്. ഒന്ന്, കർപ്പൂരനാളമായി നിങ്ങൾ തൻ മുന്നിൽ കത്തി എരിഞ്ഞവൾ ഞാൻ, എന്നെ ഉപേക്ഷിച്ചേക്കുന്നതാണ്. പിന്നെ കർപ്പൂരനാളവും, പിന്നെ അതുപോലെ കണ്ണീരിൽ മുങ്ങിയ തുളസിക്കെതിരായി കാൽക്കൽ വീണവൾ ഞാൻ. ഈ 2 ഇമേജിലൂടെ ആ സ്ത്രീത്വത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പതിത്വം, അതിൻ്റെ ഒരു അവഗണിതമായിട്ടുള്ള അവസ്ഥയെ ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നുള്ളൊരൊറ്റ സംബോധനയിൽ ഈ വയലാർ സംക്ഷേപിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പാട്ടുകളിൽ ഈ പാട്ടിൻ്റെ ആ കഥയുടെ സാരാംശം മുഴുവൻ ഒരൊറ്റ സംബോധനയിലൊക്കെ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാനൊരു സന്ധ്യാദീപവുമായി വന്നു എന്ന് പറയുമ്പോൾ ആ സന്യാസിനിയെ പറ്റിയാണ്, സന്യാസിനി തുല്യമായ ഒരു നായികയെ പറ്റിയാണ് കഥ എന്ന് നമുക്ക് വ്യക്തം. അതുപോലെ തന്നെ വിവാഹിത എന്നുള്ളൊരു സിനിമയിൽ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. സുമംഗലി എന്നല്ലാതെ വേറെ ഒരു സംബോധനയും ആ സന്ദർഭത്തിൽ ചിലവാവുകയില്ല. കാരണം സുമംഗലിയായ ഒരാൾ, ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ടുണ്ടായ ആകർഷണത്തിൽ നിന്നുണ്ടായ കഥയുടെ കോംപ്ലിക്കേഷനാണത്. അവളിങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാമുകൻ പാടുകയാണ്, സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന് പറയുമ്പോൾ സുമംഗലിയെ പറ്റിയാണ് ഈ കഥ. അങ്ങനെ ഒറ്റ വാക്കിലൊക്കെയാണ് ആ കഥ മുഴുവൻ സംക്ഷേപിക്കാൻ ഈ വയലാറിന് സാധിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാട്ടെടുത്ത് മുമ്പിൽ തന്നാലും എനിക്ക് പറയാൻ സാധിക്കും.